ഫാക്ടറി ടിവിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ കാണാനിടയില്ലാത്ത മെഷീനുകളുടെ ആദ്യത്തെ ഭാഗത്തിന് ലഭിച്ച മികച്ച പ്രതികരണത്തിന് എല്ലാ ഫാക്ടറി ടിവി പ്രേക്ഷകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഫാക്ടറി ടിവി നിങ്ങൾക്കായി നിങ്ങൾ കാണാനിടയില്ലാത്ത മെഷീനുകളുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ടെറ ബീച്ച് മാസ്റ്റർ. ഈ ടെറ എന്ന അമേരിക്കൻ കമ്പനി പുറത്തിറക്കിയ ബീച്ച് മാസ്റ്റർ എന്ന മെഷീനെ കുറിച്ചുള്ള വിശേഷമാണ് ആദ്യം. വിശാലമായിട്ടുള്ള ബീച്ചുകളിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാകും വന്നു പോവുക. അവരൊക്കെ ബീച്ചുകൾ എത്രത്തോളം മലിനമാക്കാറുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ മലിനമാക്കുന്ന ബീച്ചുകൾ വൃത്തിയാക്കുക എന്നത് ഭഗീരഥ പ്രയത്നം തന്നെയാണ്, അല്ലെ? ആ കഠിനമായിട്ടുള്ള ജോലി എളുപ്പമാക്കുന്ന യന്ത്രമാണ് ബീച്ച് മാസ്റ്റർ. മണിക്കൂറിൽ 16,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വൃത്തിയാക്കാൻ ഈ മെഷീന് സാധിക്കും. മണലിലേക്ക് 3 മുതൽ 4 ഇഞ്ച് വരെ ആഴത്തിലേക്ക് ഇറങ്ങി മണൽ ശേഖരിച്ച് വൃത്തിയാക്കുവാൻ ബീച്ച് മാസ്റ്റർ യന്ത്രത്തിന് സാധിക്കും. ബീച്ചിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഗ്ലാസ് കഷ്ണങ്ങള്, സിഗരറ്റ് കുറ്റികള്, അതുപോലെ തന്നെ മണലിലുള്ള വലിയ കല്ലുകൾ, മരക്കമ്പുകൾ ഒക്കെ ബീച്ച് മാസ്റ്റർ എന്ന യന്ത്രം വളരെ ഈസി ആയി തന്നെ മണലിൽ നിന്നും വേർതിരിക്കും. 1 മീറ്ററോളം ഉയരവും 2 മീറ്ററിലധികം വീതിയുമുള്ള ഈ യന്ത്രത്തിന്റെ ഭാരം 725 കിലോഗ്രാം ആണ്. ഈ യന്ത്രത്തിന്റെ ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി 378 മീറ്റർ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബീച്ചുകളിലെ സൗന്ദര്യം വീണ്ടെടുക്കാൻ ഉപയോഗിക്കാവുന്ന കിടിലൻ മെഷീൻ അല്ലേ ബീച്ച് മാസ്റ്റർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ്സ് പോരട്ടെ. മെൻസിമക് M545. സ്വിറ്റ്സർലാൻഡിലെ മെൻസിമക് എന്ന കമ്പനി 2013 പുറത്തിറക്കിയ മെൻസിമക് M545 എന്ന എക്സ്കവേറ്ററിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. കുഴിക്കുന്നതിന് വേണ്ടിയോ മുന്നിലുള്ള തടസ്സം നീക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കാവുന്ന യന്ത്രങ്ങളാണ് എക്സ്കവേറ്ററുകൾ. കാഴ്ചയിൽ വിചിത്രമായിട്ടുള്ള രൂപമുള്ള ഈ എക്സ്കവേറ്റർ എത്ര ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെൻസിമക് M545ന്റെ 115 കിലോവാട്ട് ശേഷിയുള്ള 4 സിലിണ്ടർ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് ഡ്യൂട്സ് എന്ന കമ്പനിയാണ്. 13,000 കിലോഗ്രാമോളമാണ് ഈ മെഷീന്റെ ഭാരം. മെൻസിമക് M545ന് 2.5 മീറ്ററിലധികം ഉയരവും 6 മീറ്ററിലധികം വീതിയുമുണ്ട്. 0.4 മീറ്റർ ക്യൂബാണ് ഈ യന്ത്രത്തിന്റെ ബക്കറ്റ് കപ്പാസിറ്റി. മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും ഈ മെഷീന് സാധിക്കും. 180 ലിറ്ററാണ് ഈ ഹൈടെക് എക്സ്കവേറ്ററിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബ്രിട്ടൻ മൾട്ടി ബ്ലേഡ് ഗ്യാങ്സോ. 1963 സ്ഥാപിതമായിട്ടുള്ള ബ്രിട്ടൻ SPA നിർമ്മിച്ച മൾട്ടി ബ്ലേഡ് ഗ്യാങ്സോ എന്ന മെഷീനാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ മെഷീൻ ഖനനം ചെയ്തെടുക്കുന്ന മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഒരേ അളവിലുള്ള പീസുകളായി മുറിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്. കാഴ്ചയിൽ ഒരു മുറി പോലെ തോന്നുന്ന ഈ യന്ത്രത്തിനുള്ളിൽ കനമുള്ള മാർബിൾ ഗ്രാനൈറ്റ് സ്ലാബുകൾ കടത്തിവെച്ചതിന് ശേഷം യന്ത്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡുകളുടെ സഹായത്തോടെ മുറിച്ചെടുക്കുന്നു. മുറിക്കുന്നതിനിടയിൽ ബ്ലേഡും മാർബിളും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ സപ്ലൈയും ഈ മെഷീനിൽ നൽകിയിട്ടുണ്ട്. ക്യാച്ച് ബിഷ് AS റോഡ് സൈഡ് മില്ലിംഗ് മെഷീൻ. ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ റോഡ്മെക്സ് എന്ന കമ്പനി നിർമ്മിച്ച റോഡ് സൈഡ് മില്ലിംഗ് മെഷീൻ പരിചയപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെയുള്ള മറ്റൊരു റോഡ് സൈഡ് മില്ലിംഗ് മെഷീനാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്യാച്ച് ബിഷ് AS റോഡ് സൈഡ് മില്ലിംഗ് മെഷീൻ എന്നാണ് ഈ മെഷീന്റെ പേര്. റോഡിന് ഇരുവശത്തുമുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഈ മെഷീന് നിഷ്പ്രയാസം സാധിക്കും കേട്ടോ. അങ്ങനെ നീക്കം ചെയ്യുന്ന അവശിഷ്ടങ്ങൾ മെഷീനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് കൺവെയർ ബെൽറ്റ് സിസ്റ്റം വഴി വാഹനത്തിൽ ലോഡ് ചെയ്യാനും ഈ മെഷീന് കഴിയും. ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് റോഡ് വൃത്തിയാക്കുന്നതിലൂടെ പല വിധത്തിലുള്ള റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനും അതുവഴി ജീവഹാനി ഉണ്ടാവുന്നത് തടയാനും നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് സ്റ്റോൺ മേക്കർ ബ്രിക്ക് മേക്കിംഗ് മെഷീൻ. സാധാരണയായിട്ട് വീട് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഇഷ്ടിക എന്ന് പറയുന്നത്, അല്ലെ? സിമെന്റും മണ്ണും ഒക്കെ ഉപയോഗിച്ചുള്ള പലതരം ഇഷ്ടികകൾ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. കാനഡയിലെ stoneMaker.com എന്ന കമ്പനി പുറത്തിറക്കിയ ഇഷ്ടിക നിർമ്മാണ യന്ത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ യന്ത്രം ഉപയോഗിച്ച് പല അളവിലും ആകൃതിയിലുമുള്ള ഇഷ്ടികകൾ മണ്ണും സിമെന്റും ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും. ഇഷ്ടിക നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ മെഷീനിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ച് ഇഷ്ടിക നിർമ്മിക്കുവാനുള്ള മിശ്രിതം തയ്യാറാക്കാനും ഈ മെഷീൻ ഉപയോഗിക്കാൻ കേട്ടോ. സാധാരണ ഇഷ്ടികകൾ മാത്രമല്ല, ഹോളോ ബ്രിക്സ് നിർമ്മിക്കുവാനും ഈ സ്റ്റോൺ മേക്കർ എന്ന യന്ത്രം ഉപയോഗിച്ച് സാധിക്കും. സാധാരണ രീതിയിൽ മാനുവലായി നടക്കുന്ന ഇഷ്ടിക നിർമ്മാണവുമായിട്ട് താരതമ്യം ചെയ്താൽ ഈ യന്ത്രം ഇഷ്ടിക നിർമ്മാണത്തിൽ വളരെ കൃത്യതയും സമയലാഭവും നമുക്ക് നേടിത്തരുന്നുണ്ട്.
അടുത്തത് ബ്രോൺബെർഗ് കേബിൾ സ്ട്രിപ്പർ. ഇലക്ട്രിക് ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ബ്രോൺബെർഗ് കേബിൾ സ്ട്രിപ്പർ എന്ന ഈ മെഷീൻ ഇലക്ട്രിക് വയറുകളും കേബിളുകളും സ്ട്രിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പലപ്പോഴും ഇലക്ട്രിക് ജോലികൾക്കിടയിൽ കേബിളുകൾ സ്ട്രിപ്പ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മാനുവലായിട്ടാണ് പലപ്പോഴും ഈ പ്രോസസ്സ് പല ഇലക്ട്രീഷ്യന്മാരും ചെയ്യുന്നത്. ചെറിയ വയറുകളൊക്കെ മാനുവലായിട്ട് ചെയ്യുന്നത് എളുപ്പമാണ്. എന്നാൽ വയറിന്റെ വലിപ്പവും കനവും കൂടുന്നതിനനുസരിച്ച് കേബിൾ സ്ട്രിപ്പിംഗ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ആ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് ബ്രോൺബെർഗ് കേബിൾ സ്ട്രിപ്പർ എന്ന് പറയുന്നത്. ബ്രോൺബെർഗ് കേബിൾ സ്ട്രിപ്പർ ഉപയോഗിച്ച് പല ടൈപ്പിലും അളവിലും നീളത്തിലും കനത്തിലുമുള്ള കേബിളുകൾ നമുക്ക് ഈസി ആയിട്ട് സ്ട്രിപ്പ് ചെയ്യാൻ സാധിക്കും. അടുത്തത് എക്ഫൺ അക്രലിക് ബെൻഡിംഗ് മെഷീൻ ABM 700. കൂട്ടുകാരെ, നിങ്ങൾ കടയിലൊക്കെ ഇരിക്കുന്ന അക്രലിക് ഗ്ലാസ് ബിൽ ഫോർഡുകളും പ്രോഡക്റ്റ് ഡിസ്പ്ലേകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അക്രലിക് ഗ്ലാസ് ഷീറ്റുകൾ ബെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രമായിട്ടുള്ള എക്ഫൺ അക്രലിക് ബെൻഡിംഗ് മെഷീൻ ABM 700നെയാണ് ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഇതൊരു മാനുവൽ മെഷീനാണ്. തെർമൽ ഫോമിംഗ് പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ യന്ത്രത്തിൽ 1 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെയുള്ള അക്രലിക് ഗ്ലാസ് ഷീറ്റുകൾ ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ സഹായത്തോടെ ചൂടാക്കിയാണ് ആവശ്യമുള്ള രൂപത്തിലേക്ക് വളച്ചെടുക്കുന്നത്. 1000 വാട്ട്സ് പവറുള്ള ഈ യന്ത്രം 600 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നൽകാൻ കെൽപ്പുള്ളതാണ്. 110/220 വോൾട്ട് വൈദ്യുതിയിലാണ് ഈ യന്ത്രം പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റീമേഡ് CNC RP150 എന്ന യന്ത്രത്തിനാണ്. വിറകിന് വേണ്ടി മരം മുറിച്ചെടുത്തതിന് ശേഷം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്ന ജോലി വളരെ അധ്വാനമുള്ള പണിയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പണി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. റിമേഡ്സ് CNC എന്ന കമ്പനി പുറത്തിറക്കിയ ഈ മെഷീൻ നിമിഷ നേരം കൊണ്ട് വലിയ കമ്പുകളെയൊക്കെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റും. ഈ മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡുകളാണ് ഇതിനെ സഹായിക്കുന്നത്. ഈ മെഷീൻ എങ്ങനെയാണ് വിവിധ വലിപ്പത്തിലുള്ള തടിക്കഷ്ണങ്ങൾ മുറിക്കുന്നതെന്ന് കണ്ടുനോക്കൂ. ഇനി നമുക്ക് ഹൈഡ്രേമ ഡ്രൈൽ MX16 എന്ന യന്ത്രത്തെ പരിചയപ്പെടാം. റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് അതുപോലെ തന്നെ മരം മുറിഞ്ഞ് വീണ് എന്നൊക്കെ വാർത്തകൾ മിക്കപ്പോഴും നാം കേൾക്കാറുള്ളതാണ് അല്ലെ? ഈ തടസ്സങ്ങളൊക്കെ നീക്കാൻ വാഹനങ്ങളോ യന്ത്ര സാമഗ്രികളോ എത്തിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിൽ വളരെ എളുപ്പം എന്നാൽ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടത്ത് റെയിൽവേ പാതയിൽ തടസ്സമുണ്ടായാൽ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരമാണ് ഹൈഡ്രേമ റെയിൽ MX16. ഹൈഡ്രേമ റെയിൽ MX16 ഒരു എക്സ്കവേറ്റർ ആണ്. എന്താണ് ഈ എക്സ്കവേറ്ററിന്റെ പ്രത്യേകത എന്നറിയോ? റെയിൽവേ പാളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്ത എക്സ്കവേറ്ററാണിത്. ഹൈഡ്രേമ റെയിൽ MX16 എന്ന് പറയുന്നത് റെയിൽവേ പാളത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നതിലൂടെ വളരെ വേഗത്തിൽ തടസ്സങ്ങളുണ്ടായ സ്ഥലത്തേക്ക് എത്തുവാൻ ഹൈഡ്രേമ റെയിൽ MX16 നിസ്സാരമായിട്ട് സാധിക്കുന്നു. റെയിൽവേ പാതയിലൂടെ മാത്രമേ ഈ യന്ത്രം സഞ്ചരിക്കൂ എന്ന് കരുതല്ലേ. ഹൈഡ്രേമ റെയിൽ MX16 റോഡിലൂടെയും സഞ്ചരിക്കും കേട്ടോ. തടസ്സങ്ങൾ നീക്കാൻ മാത്രമല്ല, റെയിൽ പാതകളുടെ നിർമ്മാണത്തിനും ഇവ വളരെ ഉപകാരപ്രദമാണ്. ഇനി നമുക്ക് ഹൈഡ്രേമ റെയിൽ ഡംപ് ട്രക്ക് 912 GSനെ പരിചയപ്പെടാം. ഹൈഡ്രേമ റെയിൽ MX16 എന്ന എക്സ്കവേറ്ററിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഹൈഡ്രേമ റെയിൽ MX16 നീക്കം ചെയ്യുന്ന തടസ്സങ്ങൾ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണമെങ്കിൽ, ഉദാഹരണത്തിന് റെയിൽവേ ട്രക്കിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് അവിടെ തന്നെ മാറ്റിയിടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മണ്ണ് മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾ കടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ആ ജോലി ദുഷ്കരമാക്കും. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണ് ഹൈഡ്രേമ റെയിൽ ഡംപ് ട്രക്ക് 912 GS. യഥാർത്ഥത്തിൽ ഈ യന്ത്രം ഒരു ഡംപിംഗ് ട്രക്ക് തന്നെയാണ്.
പക്ഷേ ഈ ട്രക്കും റെയിൽവേ പാളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രേമ റെയിൽ MX-16 റെയിൽവേ പാളത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന വസ്തുക്കൾ ഹൈഡ്രേമ റെയിൽ ഡംപ് ട്രക്ക് 912 GS അവിടെ നിന്ന് ദൂരെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈഡ്രേമ റെയിൽ ഡംപ് ട്രക്കും സാധാരണ ട്രക്ക് പോലെ റോഡിലൂടെ സഞ്ചരിക്കുവാൻ കഴിവുള്ളതാണ് കേട്ടോ. റെയിൽവേ ട്രക്കുകളുടെ നിർമ്മാണത്തിന് അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾക്കും ഹൈഡ്രേമ റെയിൽ ഡംപ് ട്രക്ക് വളരെയേറെ ഉപകാരപ്രദമാണ്. ഇനി ഓൺലൈൻസ് പ്ലാന്റ് കട്ടർ. നിങ്ങൾ വലിയ പാർക്കുകളിലും ഗാർഡനുകളിലുമൊക്കെ ചെടികൾ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത്തരത്തില് ചെടികൾ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു യന്ത്രമാണ് ഓൺലൈൻസ് പ്ലാന്റ് കട്ടർ. നിമിഷ നേരം കൊണ്ട് നല്ല വൃത്തിയായിട്ട് ചെടികളെ ക്രോപ്പ് ചെയ്യാൻ ഈ മെഷീൻ ഉപയോഗിച്ച് സാധിക്കും. ചെടികളെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോപ്പ് ചെയ്യുന്ന ഓർലാൻഡ് RAP 310 എന്ന പ്ലാന്റ് കട്ടർ മെഷീനിന്റെ പ്രവർത്തനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് ഹിൽ ടിപ്പ് സീപ്പ് എവേ HSM 180. വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പണി പൂർത്തിയായതിനു ശേഷം നേരിടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന് ചുറ്റും കെട്ടിട നിർമ്മാണത്തിനിടയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും തൊഴിലാളികൾ ദിവസങ്ങളോളം പണിയെടുത്താണ് ഇത്തരത്തിലുള്ള ജോലി പൂർത്തിയാക്കുന്നത്. എന്നാൽ ഈ വൃത്തിയാക്കൽ പണി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഹിൽ ടിപ്പ് സീപ്പ് എവേ HSM 180. സത്യത്തിൽ ഹിൽ ടിപ്പ് സീപ്പ് എവേ HSM 180 ഒരു വലിയ ചൂലാണ്. ഹിൽ ടിപ്പ് സീപ്പ് എവേ എക്സ്കവേറ്ററുമായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കുവാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്നതുപോലെ തന്നെ റോഡ് നിർമ്മാണ മേഖലയിലും ഹിൽ ടിപ്പ് സീപ്പ് എവേ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു മില്ലിംഗ് മെഷീനാണ്. നല്ല ഒന്നാന്തരം ഹോംമെയ്ഡ് മില്ലിംഗ് മെഷീൻ കേട്ടോ. ധാന്യം പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഈ മില്ലിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? മില്ലിംഗ് മെഷീനിന്റെ ഷാഫ്റ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു കാറിന്റെ ടയറിലാണ്. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടയറുകൾ ചലിക്കുന്നത് വഴിയാണ് ഈ മില്ലിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത്. ആരുടെ ആണെങ്കിലും പറയാതെ വയ്യ. വാട്ട് ആൻ ഐഡിയ സർജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഫാക്ടറി TV ടീം തീർച്ചയായിട്ടും വീണ്ടും മടങ്ങി വരുന്നതായിരിക്കും, ബാക്ക് ചെയ്യുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.